ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. എന്തായിട്ടെന്താ, കാന്തപുരം ഉസ്താദിൻ്റെ അരാഷ്ട്രീയ പാർട്ടി എന്തോ ഒന്ന് ഉറപ്പിച്ച മട്ടാണ്. അവർ ഈ നേരമില്ലാത്ത നേരത്ത് പ്രത്യക്ഷമായി പ്രക്ഷോഭം തുടങ്ങി. നിരന്തരമായി ഞങ്ങൾക്കെതിരിൽ ഇവർ അനീതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് അനീതി എന്ന് ചോദിച്ചാൽ, ഒന്നൊരു ഇലക്ഷൻ നടന്ന് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് കണ്ടാൽ അവരുടനെ തന്നെ അവിടെ റിസീവറെ വെക്കും. റിസീവറെ വെക്കുന്നതോടുകൂടി എന്തായി, ഭരണം ഇവരെ ഇച്ചക്കൊത്തി മാറും. അപ്പോൾ ഭൂരിപക്ഷ ജനാധിപത്യ രീതിക്കെതിരാണല്ലോ അത് മിക്കവാറും വരുന്നത് ഒരു സുന്യേതരനും ആയിരിക്കും. അതാണ് അതിലേറ്റവും വലിയ വിഷയം. അപ്പോൾ അങ്ങനെ വരുന്നു എന്നതാണ് ഞങ്ങളൊരു വിഷയമുള്ളത്. പിന്നെ ഇവർ ഇലക്ഷൻ നടത്താൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവിടെ പ്രദേശത്തൊരു ഭരണഘടന ഉണ്ടാവും. അവിടെ മെമ്പർഷിപ്പ് കിട്ടാൻ ചില കണ്ടീഷൻസൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷനിലൊന്നും ഇവർ നോക്കാതെ കാറ്റിൽ പറപ്പിച്ചിട്ട് ആ പ്രദേശത്ത് ആരൊക്കെയുണ്ടോ, ഈവൻ വെള്ളിയാഴ്ച പള്ളി വരാത്തവരടക്കം ഇവരെന്താക്കും, അതിൽ മെമ്പറാക്കും. എന്നിട്ട് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ എന്തൊക്കെ കുതന്ത്രങ്ങളുണ്ടോ അത് മുഴുവൻ ഇവർ ചെയ്യുമെന്നതാണ്. മഹല്ല് കമ്മിറ്റികളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വഖഫ് ബോർഡ് മെമ്പർമാർ മുഖേന ഇവർ ഇടപെടുന്ന കാര്യമാണ് അഡ്വക്കേറ്റ് ഇസ്മായിൽ വഫ വിശദീകരിക്കുന്നത്. ഇതിൽ പറയുന്ന ഇവർ ആരാണ് എന്നല്ലേ? ഇവർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഒന്ന് ഈ സുന്നി എന്ന് പറയുമോൽക്ക്. ഈ സുന്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എ സുന്നിയാണ്, ഒരു ഈ സുന്നിയാണ്. രണ്ട് നേതാക്കന്മാർ ആദ്യത്തെ അക്ഷരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഒന്ന് ആ സുന്നികളെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണയുള്ളവരാണ് അവർ. ഏതാണ് ആ രാഷ്ട്രീയ പാർട്ടി എന്ന് പൊളിമിക്സിനറിയാം. മുസ്ലിം ലീഗ്, സാക്ഷാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇത് മാത്രമല്ല, ഞങ്ങൾ പ്രവർത്തകന്മാർ ഇവർ കൊന്നിട്ടുണ്ട്. ആളെ കൊന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയോ? ഒന്ന് കുണ്ടൂരിലെ വലിയായ കുണ്ടൂർ ഉസ്താദിൻ്റെ മകൻ, എന്തായിരുന്നു പേര്, കുഞ്ഞു, ആദ്യവർക്ക് നടത്തിയ കൊലയാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്തതെന്താ, നമ്മുടെ അബ്ദുൽ ഖാദർ, അമ്പലക്കണ്ടി അബ്ദുൽ ഖാദറിനെ നിഷ്ഠൂരം കൊന്നു. ആ അമ്പി തലക്കടിച്ചിട്ടാ കൊന്നത്. ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിമിനെ ആരെങ്കിലും കൽപ്പിച്ചു കൂട്ടി കൊന്നാൽ നരകത്തിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്ന് അള്ളാഹ് പറഞ്ഞിരിക്കുന്നത്. എന്താ നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യന്മാരെ എന്ന് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞാറിയോ, നിന്റെ തലയും ഞങ്ങളെ കോഴി നാട്ടുമെടാന്നാ. മനസ്സിലായില്ലേ? ഞങ്ങളെ കൊടി നാട്ടുമെന്നാ പറഞ്ഞത്. അതിൻ്റെ ശേഷം പിന്നെയും കൊല നടന്നു. നമ്മുടെ മണ്ണാർക്കാട്ടെ രണ്ടാള്, അംസ നൂറുദ്ദീൻ മർക്കസ് ആർട്സ് കോളേജ് എൻ്റെ ശിഷ്യനാ. ഇറ്റനോൻ്റെ പത്രം കാണുമ്പോഴാണ് ഞാൻ ഞെട്ടുന്നത്. ഞാൻ മർക്കസ് ആർട്സ് കോളേജിൽ പഠിച്ച നൂറുദ്ദീൻ എന്ന എൻ്റെ ശിഷ്യൻ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്. ഇത് ഞങ്ങൾ കണ്ട പ്രത്യേകത അറികൾ, മതേതര രാഷ്ട്രീയക്കാർ പിന്നെയും നല്ലവരാണ്, ഈ മതത്തിൻ്റെ പേരിലുള്ളവരാണ് കൂടുതൽ അനീതി പ്രവർത്തിക്കുന്നതെന്നാണ് ഞങ്ങളുടെ അനുഭവം. മനസ്സിലായില്ലേ? മതേതര രാഷ്ട്രീയ കക്ഷികൾ എന്നാൽ മാർക്സിസ്റ്റുകാരും ചുരുക്കം ചില കോൺഗ്രസ്സുകാരും. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരെന്നാൽ മുസ്ലിം ലീഗുകാർ. അങ്ങനെയാവുമ്പോൾ സുന്നികൾ ഇക്കാര്യം സമരത്തിന് ഇറങ്ങും മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കളുമായി സംസാരിച്ചിരുന്നോ എന്തോ? അത് നിങ്ങൾ ഇപ്പം ഞങ്ങൾ തിരിയണിച്ചാൽ തിരിയാന്നല്ലാതെ, മനസ്സിലായില്ലേ? അത് ആളുകൾക്ക് തിരിയും, ഞങ്ങൾ ആളുകൾക്കും തിരിയും, ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്കും തിരിയും, മനസ്സിലായില്ലേ? ഹിന്ദിയിലൊരു വാക്കുണ്ട്, സമജിദാർ കേലിയെ ഇഷാറ കാഫിയെ. ബുദ്ധിയുള്ളവന് സൂചന മാത്രം മതി. ഇപ്പോൾ ഒരാൾ പറയുകയാണെന്ന് വെച്ചോളി, തൊപ്പിട്ട കണ്ണടല്ല ഇങ്ങനെയൊക്കെ ഒരാൾ അറിഞ്ഞാൽ ഇസ്മായിൽ വഫൻ അല്ലേ? അത് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല, അത് അത്ര തിരിഞ്ഞാൽ മതി. ഓക്കെ, അപ്പം ഞങ്ങൾ ഇത് നിൽക്കൂല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നടക്കുന്ന അനീതി ഉണ്ടായോ, ഞങ്ങൾ അതിനെതിരിൽ സമരമുറയുമായി മുന്നോട്ട് പോകും. ബുദ്ധിയുള്ളവർക്ക് സൂചന മതി എന്നാണ് നേതാവ് പറഞ്ഞത്. അതനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിനും ലീഗിൻ്റെ മുന്നണിക്കുമെതിരെ വോട്ട് ചെയ്യണം എന്ന് സുന്നികൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സൂചന മാത്രം മതി. തെരഞ്ഞെടുപ്പിനെ പറ്റി ഒരു നിലപാടുമില്ല, ആർക്കാ വോട്ട് ചെയ്യേണ്ടതെന്ന് സ്വന്തം ബുദ്ധിയുള്ളവരാണ് കാണുന്നവരൊക്കെ, അവരിഷ്ടം പോലെ ചെയ്തോളൂ, അങ്ങനെ മതി. അങ്ങനെ കാന്തപുരം ജമായത്തിൻ്റെ നയം വ്യക്തമായ സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരുപാട് നയങ്ങൾ